സ്ക്വയർ കോളത്തിൻ്റെ ഡിസൈൻ നോക്കാം. ഡിസൈൻ ആൻഡ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ക്വയർ കോളം ഓഫ് 500 mm side to carry an ultimate load of 2000 kN at an eccentricity of 180 mm. Use M20 and FE 450. നമുക്കൊരു സ്ക്വയർ കോളം ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ സൈഡ് 500 mm എന്ന് തന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ് ലോഡ് 2000 kN. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ PU നമുക്ക് തന്നിട്ടുണ്ട് 2000 kN ആണ്. ദെൻ എസെൻട്രിസിറ്റി എന്ന് പറയുന്ന 180 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പിയും തന്നിട്ടുണ്ട്, എസെൻട്രിസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിലും മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്ടൊരു ഹിൻ്റാണ് അവിടെ തന്നേക്കുന്നത്. ദെൻ FCക്ക് 20 തന്നിട്ടുണ്ട്, FI 450 തന്നിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ കവർ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കവർ തന്നിട്ടില്ല, നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന കവർ 50 mm ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ആദ്യം നമുക്ക് D'/D കാൽക്കുലേറ്റ് ചെയ്യാം. D'/D എന്ന് പറയുമ്പോൾ D' 50 ആണ്, D എന്ന് പറയുന്നത് 500. കാരണം B = 500 mm ആണ്, സ്ക്വയർ കോളമാണ്. അതുകൊണ്ട് നമുക്കിത് ചെയ്യുന്ന സമയത്ത് 0.1 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് PU/FCK/BD കാൽക്കുലേറ്റ് ചെയ്യണം. PU എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ 2000 തന്നിട്ടുണ്ട്. അപ്പോൾ 2000 യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് 2000 × 10⁻³ വന്നത്. ഡിവൈഡഡ് ബൈ FCK 20 എന്നറിയാം. ദെൻ B × D. B = 500 ആണ്, സ്ക്വയർ കോളം ആയതുകൊണ്ട്. ഓക്കെ, നമുക്കപ്പോൾ കിട്ടുന്ന സമയത്ത് 0.4 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ PU/FCK/BD കാൽക്കുലേറ്റ് ചെയ്തു. ഇനി രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേറ്റിംഗ് MU/FCK/BD² ആണ്. MUവിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലോഡ് ഇൻറ്റു അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്നറിയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ PUവിൻ്റെ വാല്യൂയും തന്നിട്ടുണ്ട്, അവിടുത്തെ എസെൻട്രിസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ MU കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് M എന്ന് പറയുന്നത് PU × E. MU = PU × E. P എന്ന് പറയുന്നത് 2000 × 10⁻³ ആണ്, ഇൻറ്റു E 180 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ MUവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. MUവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ MU/FCK 20 ആണെന്ന് അറിയാം, B യും D യും അറിയാം. നമുക്ക് ചെയ്യുന്ന സമയത്ത് 0.144 എന്ന് കിട്ടി. ഇനി നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിലെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും എങ്ങനെയാണ് റീൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അസ്യൂം ചെയ്തെടുത്തിട്ടുണ്ട്. അസ്യൂമിങ് റീൻഫോഴ്സ്മെൻറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 4 sides. 4 സൈഡ്സിലും ഈക്വലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് D'/D ചെയ്തു. ദെൻ FYയുടെ വാല്യൂ അറിയാം. അതുപോലെ തന്നെ PU/FCK കാൽക്കുലേറ്റ് ചെയ്ത് FCK/BD, MU/FCK/BD² കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വാല്യൂസ് വെച്ച് ചാർട്ടിൽ നിന്ന് വേണം നമുക്ക് എടുക്കാൻ. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ 4 sides ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഫർ ചെയ്യേണ്ട ചാർട്ട് 44 ആണ്. ഇതാണ് ചാർട്ട് 44 എന്ന് പറയുന്നത്. റീൻഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 sides എന്ന് എഴുതിയിട്ടുണ്ട്. PU/FCK/BD കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, MU/FCK/BD² കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. PU/FCK/BD എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 0.4ഉം അതുപോലെ MU/FCK/BD² കിട്ടിയത് 0.144ഉം ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് നോക്കാം. അപ്പോൾ ഇതിൽ വരുമ്പം 0.4 ആണ് വന്നേക്കുന്നത് PU/FCK/BD². അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് 0.14 സംതിങ് വരും. ഏകദേശം ഈ ഒരു പോയിൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ P/FCK എന്ന് പറയുന്നത് 0.12 ആയിട്ട് എടുത്തു. ഇതിൽ നിന്ന് P കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. P = 0.12 × FCK. P/FCK എന്ന് പറയുന്നത് 0.12. ദെൻ P = 0.12 × 20. ആൻസർ കിട്ടുന്നത് 2.4% എന്നാണ്. ഇതിന് ശേഷം അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏരിയ ഓഫ് സ്റ്റീലാണ്. ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ ഒന്നുമല്ല, നമ്മൾ മുന്നത്തെ സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ASC = P/100 × B × D. ഇതിലെല്ലാ വാല്യൂസും അറിയാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? P എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. 2.4 ഡിവൈഡഡ് ബൈ 100 × 500 × 500 ചെയ്യുന്ന സമയത്ത് നമുക്ക് 6000 mm² എന്ന് കിട്ടും.
അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടി. ഇനി ഈ ഏരിയ ഓഫ് സ്റ്റീൽ വെച്ചിട്ട് നമ്മൾ ഓരോ ബാറിൻ്റെ ഡയമീറ്റർ അസ്യൂം ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ബാറിൻ്റെ ഡയമീറ്റർ അസ്യൂം ചെയ്തിരിക്കുന്നത് 30 mm ആണ്. ഈ 30 mm വെച്ചിട്ട് ഇനി നമുക്ക് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോമുല എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ AC ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു ബാറിൻ്റെ ഡയമീറ്റർ 30² ഇൻറ്റു എത്രയാണോ ഓക്കെ AC ബൈ π/4 ഇൻറ്റു 30². ഇനി നോക്കാം AC നമുക്ക് എത്രയാണ് കിട്ടിയത്? 6000 ആണ് കിട്ടിയത്. അപ്പോൾ AC എന്ന് പറയുന്നത് 6000 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു 30² നമുക്ക് കിട്ടുന്നത് 8.48 ആണ്. ഈ 8.48നെ ഞാൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 ആക്കി എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 10 നമ്പർ ഓഫ് ബാർസും അതും 30 mm ഡയ ആണ്. എനിക്ക് വേണമെങ്കിൽ 25 എടുക്കാം, തെറ്റൊന്നും അല്ല. ഞാനിപ്പോൾ അസ്യൂം ചെയ്ത് 30 ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ AC കാൽക്കുലേറ്റ് ചെയ്തു. ഒരിക്കൽ കൂടെ പറയാം, AC നോർമലി ഉള്ള ഇക്വേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ഒരു ബാറിൻ്റെ ഡയമീറ്റർ അസ്യൂം ചെയ്തിട്ട് നമ്പർ ഓഫ് ബാർസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാറ്ററൽ ടൈസ് ഡിസൈൻ ആണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുള്ള പോലെ സെയിം തന്നെയാണ് ലാറ്ററൽ ടൈസും പിച്ചും ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ പേജ് നമ്പർ 49 എടുക്കുക. ക്ലോസ് 26.5.3.2. അതിൽ ടൈസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ സൈഡ് ഷുഡ് ബി മോർ ദാൻ 1/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ്. എന്നുവെച്ചാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസിൻ്റെ ഡയമീറ്റർ നമ്മളിപ്പോൾ 30 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 30/4 എടുക്കുക, 7.5 mm എന്ന് കിട്ടി. ലാറ്ററൽ ടൈസിൻ്റെത് ഡയമീറ്റർ 6 mm ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ചൂസ് ചെയ്യാണ്ടെന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് എന്ന് പറയുന്നത് ഷുഡ് ബി മോർ ദാൻ, ഇതിനേക്കാളും മോർ ദാൻ ആയിരിക്കണം. അപ്പോൾ 6ന് 7.5നേക്കാളും മോർ ദാൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 8 mm ആണ്. നെക്സ്റ്റ് പിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പിച്ച് ഓഫ് ടൈസ് അല്ലെങ്കിൽ സ്പേസിംഗ് ആണ്. അതും സെയിം തന്നെയാണ്. ഫസ്റ്റ് ലീസ്റ്റ് ഡയമെൻഷൻ എടുക്കുക, അതിനുശേഷം 16 ഇൻറ്റു നമ്മുടെ ഡയമീറ്റർ എടുക്കുക ബാറിൻ്റെ. ദെൻ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ 300 ഉണ്ട്. ഇത് മൂന്നിലും ലീസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് നമ്മൾ സ്പേസിങ്ങിന് വേണ്ടി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മൂന്നിലും സ്പേസിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ലീസ്റ്റ് വാല്യൂ 300 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 8 mm ഡയമീറ്ററിൽ 300 mm സ്പേസിങ്ങിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലാറ്ററൽ ടൈസിൻ്റെ സ്പേസിങ്ങും ഡയമീറ്ററും വരുന്നത്. ഇനി നമുക്ക് ഫിഗർ കൂടെ വരച്ചാൽ മതി. ഇതാണ് ഫിഗർ. റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിൻ്റെ ഒരു കോളമാണ്. കോളത്തിൻ്റെ പ്ലാനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിൽ സ്ക്വയർ ആണ്, 500 mm നമുക്ക് തന്നിട്ടുണ്ട്. ബാർസാണ് ഈ റെഡ് സ്പോട്ട് കാണിച്ചേക്കുന്നത്, റെഡ്. അതിൽ എത്ര എണ്ണം ഉണ്ട്, അത് എത്ര mm ആണെന്ന് എഴുതുക. കവറാണ് ഈ കാണിച്ചേക്കുന്ന 50 mm എന്ന് പറഞ്ഞേക്കുന്നത്. ആ ബാറിനെ ഈ ഒരു കറക്റ്റ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്ന ഒരു സെക്ഷൻ വ്യൂ ആണ് ഈ മുകളിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഫിഗർ കൂടെ വരയ്ക്കുക. ഇത്രയുള്ള ഒരു പ്രോബ്ലം. ഡിസൈനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്.